എന്തേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? അത് ഞാൻ നീ ഉറങ്ങില്ലേ? ഇല്ല. നന്ദേട്ട എവിടെ? നന്ദു കിടന്നു. എനിക്കറിയാം ചേച്ചി ഉറങ്ങാതെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കാവൂന്ന്. നന്ദേട്ട സുഖമായിട്ട് ഉറങ്ങുമായിരിക്കും അല്ലേ? നീ എന്തിനാ വിളിച്ചേ? ആരാ അവള്? എവിടെയാ അവള് താമസിക്കുന്നേ? ആര്? ആ ഇസബല്ല. ചേച്ചി പറ, ഞാൻ അങ്ങോട്ട് പോവാം. അവളോട് ഞാൻ ചോദിക്കാം. എടി, സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ പലതും വരും, അതങ്ങ് വിട്ടേക്ക്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാം സത്യമായിരിക്കില്ല എന്ന് എനിക്കും അറിയാം. പക്ഷെ ചേച്ചി അവളെ സൂക്ഷിക്കണം. ചേച്ചി അവള് ഞങ്ങളുടെ കൂടെ പഠിച്ചതാ. ഞങ്ങളെല്ലാരുമായിട്ടും നല്ല ഫ്രണ്ട്ഷിപ്പാ. ഒക്കെ ശരിയാ, പക്ഷെ ചേച്ചി ഒരു MLA. ഓരോ വാർത്തകളും ചേച്ചി എങ്ങനെയാ ബാധിക്കുന്നെന്ന് അറിയില്ലേ? സ്വന്തം ജീവിതം വല്ലവനും കുത്തിന് പിടിക്കാൻ ഇട്ടുകൊടുത്തിട്ട് രാത്രി ഓർക്കമില്ലാതെ ഭർത്തൃ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു കാര്യമില്ല. നിലപാട് വേണം. അതിപ്പോ അച്ഛനമ്മമാരോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും. നീ ഫോൺ വെച്ചേ. ക്ലാസ് എടുക്കാനാണോ നീ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചത്? പിന്നെ ക്ലാസ് എടുക്കാൻ പറ്റിയ സമയമാണല്ലോ ഇത്. ഇവിടെ അച്ഛനും അമ്മയൊക്കെ ആകെ വിഷമിച്ചിരിക്കുക. അവർക്ക് സംസാരിക്കണമെന്ന് ഞാൻ കൊടുക്കാം. ശരി, വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. മോളെ. അമ്മേ, എന്താ കിടന്നില്ലേ? ഞാൻ വിചാരിച്ചു ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന്. എങ്ങനെ ഉറങ്ങാനാ മോളെ? ഓരോന്ന് കേൾക്കുമ്പോ നെഞ്ചു പൊട്ടുക. ഈശ്വര, നന്ദനും ചേർത്ത് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അമ്മേ, ആൾക്കാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാ. ഇതൊന്നും വിശ്വസിക്കണ്ട. ഞങ്ങള് വിശ്വസിക്കാതിരുന്നിട്ട് എന്ത് കാര്യാ മോളെ? മോളൊരു കാര്യം ചെയ്യ്, നന്ദനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം. അച്ഛാ, ഞാൻ കാരണം നിങ്ങൾ ഇങ്ങനെ വിഷമിക്കല്ലേ. അത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നവും ഇല്ലെന്നേ. ഒക്കെ ഞാൻ ശരിയാക്കിക്കോളാം. മോളെ, ആ ഋഷിയുടെ കൂട്ടുകാരൻ നന്ദനെ തല്ലി എന്ന് പറയുന്നു. മുറിവെന്തെങ്കിലും ഉണ്ടോ മോളെ? പോലീസിൽ അറിയിക്കണ്ടേ? അമ്മേ, വേണ്ടതുപോലെ ഞാനെല്ലാം ചെയ്തോളാം. നന്ദുന്റെ അച്ഛനും അമ്മയൊക്കെ എന്റെ കൂടെ തന്നെ ഉണ്ട്. നിങ്ങൾ സമാധാനായിട്ടിരിക്കും. മോളെ, നിനക്ക് മനപ്രയാസം വല്ലതും? പിന്നെ നന്ദു വിളിക്കുന്നുണ്ട്. ദാ വരുന്നു നന്ദു. വെക്കട്ടെ അമ്മേ. മോളെ, ശരി മോളെ. ചേച്ചി നല്ല വിഷമിച്ചിട്ടാ. ചടങ്ങിന് വേണ്ടി ഒന്ന് സംസാരിച്ചു. നമ്മളെ ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാം ഓക്കെ ആണെന്നങ്ങ് അഭിനയിച്ചു. പാവം ചേച്ചി. ആ ഇസബല്ലയുടെ വീട് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് പോയാലോന്ന് ഞാൻ ആലോചിക്കുന്നേ. പോകുന്നെങ്കിൽ ചന്ദ്രോത്തേക്കാ പോകണ്ടേ. ചെന്ന് നന്ദേട്ടനെ കാണണം. നന്ദേട്ടൻ പറയട്ടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. നന്ദൻ ഒരുപാട് മാറിപ്പോയി. എന്തായിരിക്കും കാരണം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇനിയിപ്പൊ ഈ കാരണം പറഞ്ഞ് നിങ്ങൾ ഉറക്കം ഒഴിച്ചിരിക്കണ്ട. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഒന്നുമില്ലെങ്കിലും ഒരു MLA അല്ലേ, കുറച്ച് ധൈര്യം കൊടുത്ത് ഞാൻ ചേച്ചിയെ ഓക്കെ ആക്കിക്കോളാം. എന്തായാലും അധികം കഴിയുന്നതിന് മുന്നേ സത്യങ്ങളൊക്കെ പുറത്തു വരും.